ചോക്ലേറ്റിന്റെ മലയും പർവ്വതവും എൻഗേജ്മെന്റിന്റെ പേരിൽ. എത്ര ചെറുക്കന്മാരാ എൻഗേജ്മെന്റിന്റെ പേരിൽ അറുത്തുപോകുന്നത്. ഉമ്മ നിർബന്ധിക്കും, സ്വർണം തന്നെ വാങ്ങണം, നമുക്കൊരു പ്രസ്റ്റേജ് ഉണ്ട്, മോശമല്ലേ? ഉമ്മ, എനിക്ക് കല്യാണം 2 മാസം കഴിഞ്ഞിട്ട് നടത്തണ്ടല്ലേ? വീടെടുത്തതിന്റെ പണിയിടം ആ കടം തന്നെ തീർന്നിട്ടില്ല, ഇനിയും സ്വർണം, പിന്നെ നമ്മുടെ കുടുംബത്തിന് ഒരു പ്രസ്റ്റേജ് ഇല്ലേ, ഓറെന്തെല്ലാം വിചാരിക്കൂലേ എന്ന്. ഈ ഉമ്മക്ക് എവിടെ നിന്നാണ് ഈ വിവരം നേടിയത്? സാധാരണ ഒരു ഉമ്മ എന്ന് പറഞ്ഞ മക്കളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തേണ്ടവരല്ലേ? എന്നിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും പലിശക്ക് വെച്ചിട്ടാണെങ്കിലും സ്വർണം വാങ്ങണം എന്ന് പറയുന്ന ഉമ്മ എങ്ങനെയാ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക? നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ മോന് ശ്രമിക്കുമ്പോ ആ മോനെ പിടിച്ച് നരകത്തിൽ ഇടയല്ലേ ഈ ഉമ്മ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ സമ്പത്തിനോട് എങ്ങനെയാണ് നമുക്ക് സൂക്ഷ്മത ഉണ്ടാവേണ്ടത്? അപ്പൊ എന്റെ സമ്പാദ്യം 5 പൈസ ചെലവെക്കുന്നത് ഹലാലാണ്, ഇബാദത്താണ്. സമ്പാദ്യം കുറച്ച് ഗൾഫ് പണം നമ്മളെ നാട്ടിലേക്ക് ഒഴുകിയപ്പോൾ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ ഒരു പര്യവസാനമുണ്ട്. ആഖിറത്തിൽ ഓരോന്നിനും അല്ലാഹുവിനോട്